ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് ഞാൻ നിങ്ങളെ എങ്ങനെ ഒരു ഫസ്റ്റ് പി ലെവൽ പേപ്പർ ചൂസ് ചെയ്യാമെന്ന് പഠിപ്പിക്കാം. സോ നിങ്ങൾ ഞാൻ പേപ്പേഴ്സ് എഴുതി വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ലെവലിൽ നിങ്ങൾക്ക് ഇത് ഈസി പേപ്പർ ഏതായിരുന്നു എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ പി ലെവൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ടിയുള്ള പി ലെവേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ട്രിപ്പിൾ എ പോലെയുള്ള പേപ്പേഴ്സ് ഒന്നും അതിനെ ചെയ്യരുത്. ഓക്കെ, ലൈക്ക് SBR, AFM. ഓക്കെ, സം സ്റ്റുഡൻസ് ATX ചെയ്ത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, ടാക്സ് അത്രയും തറവാണെന്നുണ്ടെങ്കിൽ മാത്രം ATXിലോട്ട് പോവുക, അല്ലെങ്കിൽ എപ്പോഴും SBR അല്ലെങ്കിൽ AFM മാത്രം ചെയ്യാം. ഓക്കെ, ആൻഡ് എക്സംപ്റ്റ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും FR ആയിരിക്കും പഠിക്കാൻ ഏറ്റവും ഈസി. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് SBR ആയിരിക്കും. ആൻഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ലെവലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കണ്ടൻറ്റ് പഠിക്കാനും ടൈം വേണം. അതുപോലെ തന്നെ നമ്മുടെ എഴുതുന്ന ആൻസർ, അതിൻ്റെ ഫ്രെയിമിങ്, അതിൻ്റെ ക്വാളിറ്റി, പ്രൊഫഷണൽ മാർക്സ്, ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ, അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ടൈം വേണം. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് പഠിക്കാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ എന്തായി പോകും, ബാക്കിലോട്ടായി പോകും. സോ അതും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഈസി പേപ്പർ. സ്കിൽ പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഏറ്റവും ഈസി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന, കൂടുതൽ അറിവുള്ള പേപ്പർ. അപ്പോൾ നമുക്ക് ടൈം കണ്ടൻറ്റിന് കുറയ്ക്കാം, കൂടുതലായിട്ട് പ്രാക്ടീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ ഇതെൻ്റെ മൊത്തം സജഷനാണ്. സോ ചൂസ് വൈസ്ലി ഗൈസ്. ഓക്കെ.